ഇടുക്കി മുള്ളരിങ്ങാട് കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. അമർ പാലിയത്താണ് മരിച്ചത്. വിവരങ്ങളുമായി ജോസിൽ സെബാസ്റ്റ്യൻ ചേരുന്നു. ജോസിൽ, എപ്പോഴായിരുന്നു കാട്ടാന ആക്രമണം സംഭവിച്ചത്? എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? മറ്റാർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ? സിന്ദൂരി, ഏറ്റവും വേദനാജനകമായ ഒരു വാർത്തയും കൂടിയാണ് ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് വരുന്നത്. ഇടുക്കി മുള്ളരിങ്ങാട് പശുവിനെ മാറ്റിക്കെട്ടുന്നതിനു വേണ്ടി ഈ മുള്ളരിങ്ങാട് പോയ അമർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെയാണ് ഇപ്പോൾ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അമറിനോടൊപ്പം ഉണ്ടായിരുന്ന മൻസൂർ എന്ന് പറയുന്ന സുഹൃത്ത് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഇപ്പോൾ ഈ അമറിൻ്റെ മൃതദേഹം ഇപ്പോൾ തൊടുപുഴ ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കൊപ്പം അവിടുത്തെ വാർഡ് മെമ്പർ ചേരുകയാണ്. എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്? നമ്മൾ ഈ പയ്യൻ്റെ വീട് ജനവാസ മേഖലയോട് ചേർന്ന ഫോറസ്റ്റോട് ചേർന്നുള്ള വീട്ടിലെ പയ്യനാണ്. അവിടെയുള്ള കൂടുതൽ പേരും കന്നുകാലി വളർത്തിയും ആട് വളർത്തിയാണ് ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. അപ്പോൾ ഈ പയ്യൻ്റെ ഒരു പശുവിനെ കാണാഞ്ഞ് അന്വേഷിച്ച് വീടിന് സമീപത്തുള്ള ഫോറസ്റ്റിൽ കയറി ചെന്നപ്പോൾ അവിടെ ആന നിൽപ്പുണ്ടായിരുന്നു, കണ്ടില്ല. അങ്ങനെയാണ് ആനയ്ക്ക് മുന്നിൽ പെട്ടതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. നേരത്തെയും ഇവിടെ ഈ കാട്ടാനാക്രമണമുള്ള പ്രദേശം ആക്രമണമൊന്നും ഉണ്ടായിട്ടില്ല. 2-2.5 വർഷക്കാലമായിട്ട് ജനവാസ മേഖലയിൽ നിരന്തരം ആന ഇറങ്ങി ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്കും കൃഷിനാശങ്ങളും മറ്റു വിഷയങ്ങളും എപ്പോഴും ഉണ്ടായി. 2-2.5 വർഷമായിട്ട് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ 2.5 വർഷം മുമ്പ് കാട്ടാനാക്രമണം ഇല്ലാത്തൊരു പ്രദേശമായിരുന്നു. ഇപ്പോഴാണ് ഈ കാട്ടാനാക്രമണവും ഈ കാട്ടാന ഇറങ്ങുന്നൊരു സ്ഥിതിയും ഉണ്ടായത്. 40 വർഷം മുന്നേ 42 വർഷം മുന്നം കാട്ടാന ഉണ്ടെന്ന് പറഞ്ഞു കേട്ടതല്ലാണ്ട് മറ്റുള്ള ഒരു സംഭവങ്ങളുമില്ല. 40 വർഷം മുന്നം ഉണ്ടായിരുന്നു, അന്ന് പോയതാണ്. അതിനുശേഷം ഇപ്പോഴാണിത് വരുന്നത്. ഒറ്റയാനാണോ അതേ കാട്ടാനയുടെ കൂട്ടം? അങ്ങനെ അറിയില്ല നമുക്ക്. കാരണം വെച്ചാൽ ഈ വനത്തിൽ വെച്ച് ആയതുകൊണ്ട് അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് അറിയില്ല. നമ്മൾ ഒറ്റയാനോ അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും, അത് അറിഞ്ഞുകൂടാ. അത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. നിരന്തരം കൃഷിനാശം അടക്കമുള്ള കാര്യങ്ങൾ വരുന്നത് അവിടെ കൃഷിനാശങ്ങളും കാര്യങ്ങളും നിരന്തരം ഉണ്ടാവുന്നതാണ്. റോഡിൽ ആന ഫുൾ ടൈം റോഡിൽ നിൽക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട്. ഈ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴത്തേക്ക് മരണം സംഭവിച്ചു. കാഷ്വാലിറ്റി ചെന്ന് കഴിഞ്ഞപ്പോൾ മരണം സംഭവിച്ചിട്ട് കുറേ സമയമായി എന്നാണ് ഇവിടെ പറഞ്ഞത്. നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ സിന്ദൂരി, ഇതാണ് ഇവിടെ എത്തിച്ചതിന് ശേഷമാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. ഈ അമർ എന്ന് പറയുന്ന വളരെ ചെറുപ്പക്കാരൻ, 26 വയസ്സ് മാത്രമാണുള്ളത്. ആ ചെറുപ്പക്കാരനെയാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നത്. ഇവിടെ ജനങ്ങൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുതയുണ്ട്. നേരത്തെ കാട്ടാന ആക്രമണമോ ഇത്തരത്തിൽ കാട്ടാനയുടെ ശല്യമോ ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നില്ല ഈ മുള്ളരിങ്ങാട്. ഇപ്പോൾ ഈ മുള്ളരിങ്ങാട് മേഖലയിലേക്ക് കാട്ടാനകൾ നിരന്തരം ഇറങ്ങി വരുന്ന ഒരു സാഹചര്യം, കൃഷി നശിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയാണ്. ഈ കാര്യത്തിലെല്ലാം ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ തന്നെ നിരന്തരം നേരത്തെ ഹൈറേഞ്ച് പ്രദേശങ്ങളിൽ മാത്രം, പ്രത്യേകിച്ച് മൂന്നാറോ അല്ലെങ്കിൽ നെടുങ്കണ്ടം, ചിന്നക്കനാൽ മേഖലയിൽ മാത്രം കേട്ടുകൊണ്ടിരുന്ന കാട്ടാന ആക്രമണം തൊടുപുഴ ലോ റേഞ്ച് മേഖലയിലേക്കും എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ അവസ്ഥ. സിന്ദൂരി, അതെ, ജോസിൽ പറഞ്ഞ പോലെ വളരെയധികം ഗൗരവമേറിയ ഒരു വിഷയം കൂടിയാണിത്. കാരണം വനം പ്രദേശത്ത് മാത്രമല്ല, ജനവാസ മേഖലയിലേക്കും വന്യജീവികൾ കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ അത് മുന്നോട്ടുള്ള അവരുടെ സാധാരണക്കാരുടെ ജീവിതത്തെയാണ് വളരെയധികം ദോഷകരമായി ബാധിക്കുന്നത്. ഇപ്പോൾ ഫോറസ്റ്റ് ഓഫീസേഴ്സ് സ്ഥലത്തെത്തിയിട്ടുണ്ടോ? അവരുടെ നിഗമനങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നാട്ടുകാർ ചേർന്നാണ് ഈ പറയുന്ന പരിക്കേറ്റ് അവശനിലയിലായി കിടന്നിരുന്ന അമറിനെ ഇപ്പോൾ ഈ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. ഇവിടെ എത്തിയപ്പോഴാണ് മരണം സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മൻസൂർ എന്ന് പറയുന്ന സുഹൃത്ത് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഇതൊരു റിസർവ് ഫോറസ്റ്റാണ്, പൂർണ്ണമായ ഒരു ഫോറസ്റ്റ് അല്ല. തേക്കുംകൂപ്പ് ഉൾപ്പെടുന്ന ഒരു മേഖലയാണ്. ആ തേക്കുംകൂപ്പിലേക്കാണ് ഈ ഹൈറേഞ്ച് പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന കാട്ടാനക്കാട്. അതൊരു 10-40 വർഷം മുമ്പ് ഇത്തരത്തിൽ ആനയൊക്കെ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് എന്ന് മാത്രമാണ് ഈ നാട്ടുകാരടക്കം പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു 2-3 വർഷത്തിനുള്ളിലാണ് വീണ്ടും കാട്ടാന ഈ പ്രദേശത്തേക്ക് എത്തിത്തുടങ്ങിയത്. ഇപ്പോൾ ആ ഇറങ്ങി വന്ന കാട്ടാന ഒരു ജീവൻ തന്നെ അപഹരിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വേദനാജനകമായ അവസ്ഥയാണുള്ളത്. ഇതൊരു റിസർവ് ഫോറസ്റ്റാണ്, തേക്കുംകൂപ്പാണ്. ആ പ്രദേശത്തേക്കാണ് കാട്ടാന ആക്രമണം കൂടി വ്യാപിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചിന്നക്കനാൽ മേഖലയിലും അല്ലെങ്കിൽ നെടുങ്കണ്ടം അല്ലെങ്കിൽ മൂന്നാർ പ്രദേശങ്ങളിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു കാട്ടാന ആക്രമണം ഇപ്പോൾ തൊടുപുഴ ലോ റേഞ്ച് മേഖലയിലേക്കും കൂടി വ്യാപിച്ചിരിക്കുകയാണ്. ലോ റേഞ്ച് മേഖലയിൽ അടക്കം ഇപ്പോൾ വിവിധ വന്യമൃഗ ശല്യങ്ങൾ വർദ്ധിക്കുകയാണ്. നേരത്തെ ഒരു കടുവയുടെ പുലിയുടെ സാന്നിധ്യമുണ്ട് എന്ന രീതിയിലുള്ള ഒരു പ്രചരണം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കാട്ടുപന്നി, കാട്ടുകുരങ്ങ് അടക്കമുള്ള ധാരാളം വന്യജീവികൾ ഇറങ്ങി കർഷകരുടെ കൃഷിവിളകളെല്ലാം നശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ കാട്ടാന ഇറങ്ങി ഒരു ജീവൻ തന്നെ അപഹരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി ലോ റേഞ്ച് മേഖലയിലേക്കും എത്തിയിരിക്കുന്നു എന്നുള്ളത് ഇടുക്കിയിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്ന ഒരു വസ്തുതയാണ്. സിന്ദൂരി, അതെ ജോസിൽ, ഇടുക്കി മുള്ളരിങ്ങാട് ജനവാസ മേഖലയിൽ ഇപ്പോൾ കാട്ടാന ആക്രമണം നടന്നിരിക്കുകയാണ്. ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. അമർ പാലിയത്താണ് മരിച്ചത്. ഈ ഒരു മരണത്തോടുകൂടി ജനവാസ മേഖലയിൽ ആശങ്ക നിലനിൽക്കുകയാണ്. ജോസിൽ സെബാസ്റ്റ്യനാണ് വിവരങ്ങൾ നൽകിയത്.